മിസ്രിലെ രാജാത്തിയായ മഹദി സുലൈഖ ബീവി നിലാവ് തോൽക്കുന്ന യൂസുഫ് നബിയെ പ്രണയിച്ച അതിസുന്ദരമായ കഥ. ഇശലിൻ്റെ പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തില്ല നൂരാഗ രാഗം പാടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അജ്മോനെ നമ്മൾ എടുക്കാൻ പോണേ? അപ്പോൾ നമ്മൾ റാഷിൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ട് ഒരുങ്ങി സെറ്റ് ചെയ്യണല്ലേ. അജ്മോളെ ഔട്ട്ഫിറ്റ് അങ്ങനെ ഉണ്ട്, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ഒരു 11 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഓള് മാറ്റിയിരിക്കണം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റിയിട്ട് ഓളെ കൊടയിട്ട് ഓൾ ഇന്നലെ അങ്ങോട്ട് കൊണ്ടുവന്നേനു. അപ്പം ഞാൻ അവിടെ എത്തിച്ച് ആ മുന്നിൽ കൂടെ പോണേ. അപ്പോൾ അവിടെ എത്തിച്ച് ഓളെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കടന്നാലോ. ഓക്കെ, മണവാട്ടിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാട്ടോ. ഇങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോളി. മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ പോയോ? ആ ഗൈസ്, ഇതാട്ടോ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ സിമോളെ? ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പിക്ക് എടുക്കണ ഈ വീട്ടിൽ നിന്നാട്ടോ. അവിടെ ഇരിക്കൂ. സ്മൈൽ പ്ലീസ്. അത് ഇങ്ങനെ അങ്ങനെ ആക്കും. ഓളം നേരെ പച്ച കാണുന്ന രീതിക്ക് ഓളന്നെ പോസ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കറങ്ങിക്കോ ബിഹൈൻഡ് ദ സീൻ. എന്തെല്ലാം കോപ്രായങ്ങളാണ് ഇവിടെ കാട്ടണത്. എന്തൊക്കെയും കാട്ടണ്ട ഓക്കെ തന്നെ അറിയില്ല. എന്ത് ചെയ്യാനാ ഗൈസ്? ഇതൊന്നല്ലെങ്കിൽ ഇതൊക്കെ മേലെ കാണാൻ കിടക്കണോളൂ. നമ്മളെ ബ്രൈഡ് കൊയങ്ങി ഗൈസ്. അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ചെക്കൻ വരൂലേ? ചെക്കൻ വരുമ്പോൾ കുറേ ഫോട്ടോസ് എടുക്കുമല്ലോ അവിടുന്ന്. ഓള് ഇവിടെ ഇരുന്നു ഗൈസ്. ആ ഗൈസ്, തജ്മോള് പുതണീൻ്റെ പൊക്ക പിടിച്ചിക്കും. കാണിച്ചു കൊടുത്ത തജ്മോളെ പുതണീൻ്റെ പൊക്ക പിടിച്ചിക്കും അല്ലേ? പുതണതാ അവിടെ ഫോട്ടോഷൂട്ടിലല്ലേ. എനിക്ക് ഇറങ്ങിക്കൂടാണ്ട് തല പിന്നണ്ട. യാത്ര ചോദിച്ചേ അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഓക്കെ, പിടിച്ചോ. നന്നായി സ്മിന.
ചിരിച്ചാ മോളെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ വരുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ 1:30 ആയപ്പോഴാട്ടോ അവർ വന്നത്. ആദ്യം ചെക്കൻ്റെ ഫാമിലീസൊക്കെ ആയിട്ടാണ് വന്നത്. ചെക്കനൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ചെക്കൻ വരുന്നുണ്ട് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ സൂം ചെയ്ത് നോക്കിയിട്ടോ, പക്ഷേ ചെക്കനെ കണ്ടില്ല ഗൈസ്. അങ്ങനെ ഫാമിലീസൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരാം. പിന്നെ ഫോട്ടോഗ്രാഫർമാരൊക്കെയാണ് ഫസ്റ്റ് വന്നിട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി പിടിച്ച് നിൽക്കിയിരുന്നു കേട്ടോ. ചെക്കൻ ഇപ്പോൾ വരും എന്ന് ഇങ്ങനെ വിചാരിച്ച് ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ചെക്കനെയൊക്കെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പിന്നെ എനിക്ക് വല്ലാതെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചെക്കൻ വന്നു. അതാ ഗൈസ് ഓല ചെക്കൻ കണ്ടോ. അപ്പോൾ ചെക്കൻ പൊക്കൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓല് കൊടുന്ന മിഠായും കാര്യങ്ങളൊക്കെ ഈ ഒരു ടേബിളിൽ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിമ വെച്ചിട്ടോ അങ്ങനെ ഓരോരുത്തർ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കൊടുത്ത മിഠായും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് വലിയ ക്ലിയർ ഒന്നും കിട്ടിയിട്ടില്ല വീഡിയോ, പക്ഷെ എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് റാശി മാറ്റി സെറ്റ് ആക്കണം കേട്ടോ. ഓൾ ഔട്ട്ഫിറ്റ് അടിപൊളി. ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ടോ ഇടണം എന്ന് വിചാരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നമുക്ക് വീഡിയോ ഇടാനൊരു മൂഡ് കാണല്ലോ. അപ്പോൾ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഓളെ എൻഗേജ്മെൻറ്റും നിക്കാഹും ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. മഹർ എട്ടണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ പിന്നെ അസിമോളും ഞാനും വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോഴാണ് ഗൈസ് ഞാൻ ഈ കഴിച്ച് കാണുന്നത്. ഒരു രണ്ടാളും ഇരുന്ന് ഫുഡ് കഴിക്കാനാണ്. പിന്നെ നമ്മളെ ചെറുക്കനോടും പെണ്ണിനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ടാറ്റ.